ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുമ്പളപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതിനായിട്ട് നമ്മളിത് വയനയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ആട്ടാപ്പൊടി, തേങ്ങ, നല്ല ജീരകം, ഏലക്കാപ്പൊടി. അതിനുശേഷം നമ്മൾ പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് മിക്സ് ആക്കാൻ പറ്റിയ പഴം എടുക്കണം. അത് കുറച്ച് കൂടുതൽ അരിഞ്ഞിടണം. അത് കഴിഞ്ഞിട്ട് ശർക്കര, ഒരുവിധം നല്ല ശർക്കര എടുക്കാൻ ശ്രമിക്കുക, അധികം മണ്ണൊന്നും ഇല്ലാത്ത. കാരണം നമ്മൾ പാവ് കാച്ചാതെ ആണ് ഇടുന്നത് ശർക്കര, കാരണം ഇടയ്ക്ക് ഇങ്ങനെ തരിതരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിംഗ് എന്ന് വെച്ചാൽ നല്ലതായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല, അതേപോലെ നന്നായിട്ട് കുഴയ്ക്കുക. അപ്പം കുറച്ച് മയം കിട്ടാനായിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളിതാ ചപ്പാത്തി മാവ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി ചെമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇല എടുത്ത് വെച്ചു. ഇനി ഓരോന്ന് ചെറിയ ചെറിയ ഉരുളയാക്കി നമ്മുടെ ഇലയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുക, പോകാത്ത രീതിയിൽ കവർ ചെയ്ത് ഇടിയപ്പ ചെമ്പിലേക്ക് വെക്കുക. അത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അതായത് ഓരോന്നായിട്ട് എടുത്ത് ഇലയിലേക്ക് വെക്കുക. കുറച്ച് പണിയാണ്, എന്നാലും നല്ല ടേസ്റ്റാണെന്ന് ഓർക്കുമ്പോൾ നമ്മളങ്ങ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇതാ എല്ലാം വെച്ച് കൊടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഉരുളയാക്കി ഓരോ ഇലയിലും വെച്ച് നന്നായിട്ട് അടുക്കി ഒതുക്കി നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് നന്നായിട്ട് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ ആവി കയറ്റിയെടുക്കും. കുറച്ച് സമയം നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക. അപ്പോൾ ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ വയനയില അപ്പത്തിന്. അപ്പോൾ ആദ്യമായിട്ടാണ് എല്ലാവരും ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.